അവന് കുളിയുന്നതിന് അവൻ രാവിലെ മുണ്ടെടുത്ത് മടക്കി കുത്തി നേരെ ഇന്നോവ കയറിയെങ്കിൽ ഇരിക്കും. ഉള്ള കാര്യമാണ്. അപ്പൊ അപ്പൊ പല്ല് തേക്കുന്നത് കാരവനാ തേച്ചിരുന്നത് അന്ന്. ഇപ്പൊ പല്ല് തേക്കാറുമില്ല. അപ്പൊ കുളിയിൽ നിന്ന് പറയുമ്പോ അജു ഇല്ല കുളിയുണ്ട്. അപ്പൊ നീ കുളിയില്ല. ഓക്കെ കുളിയില്ല. പക്ഷെ അങ്ങനെ പറയാനുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ഒരാളുടെ അവന് കുറയ്ക്കുന്നില്ലല്ലോ. അതാ കിട്ടുന്ന അവസരത്തിലൊക്കെ എന്തൊക്കെയൊക്കെയോ താങ്ങി തരുന്നുണ്ട്. പിന്നെ നമുക്ക് പറ്റുന്ന പോലെ പറയണ്ടേ. അതിങ്ങനെ ഇപ്പൊ പിന്നെ അവർ സ്വന്തമായിട്ട് പള്ളി പിടിക്കുന്നുണ്ട്. നമ്മളുടെ നാഷണൽ ഇന്റർനാഷണൽ പള്ളികൾ, അന്തർ സംസ്ഥാന പള്ളികൾ പിടിക്കുന്നുണ്ട്. നമ്മളുടെ ആവശ്യമില്ല. അങ്ങനെ പിടിക്കുമ്പോൾ അങ്ങനെ അറിഞ്ഞോ അറിയാതെ നമ്മളും അത് കേൾക്കുമല്ലോ. നമ്മളും അത് കേൾക്കുമ്പോൾ ആ ഒരു ഫീൽ എങ്ങനെയാണ് ആക്ച്വലി അജു? ഞാനൊന്ന് പിടിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിടിക്കല്ലേ ഞങ്ങളിങ്ങനെ ഞാനും ഭഗത്തോടിരുന്ന് പറഞ്ഞു. പിന്നെ അത് ഓരോരുത്തർക്ക് പുള്ളി അതിൻ്റെ അതൊക്കെ അറിയാവുന്ന ബുദ്ധിയൊക്കെ ഉള്ള ഒരാളാണ്. പുള്ളി വണ്ണം കളിക്കുന്നതാണ്, നമുക്കറിയാമല്ലോ. പുള്ളി അതിലൂടെ ഒരു എന്റർടൈൻമെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. ആൾക്കാരെ പിന്നെ ഫ്രീഡം ഉള്ളിടത്തേ അത് പറയുന്നുള്ളൂ. അതെ അതെ. ഞാൻ നമുക്ക് ഭാഗത്ത് അപ്പുറത്തിരുന്ന് അജുവിനെ ഇങ്ങനെയൊക്കെ അടിക്കുന്നു, ചിരിച്ചിട്ട്. നടുക്ക് റോണിയുണ്ട്, ഡോക്ടർ റോണിയുണ്ട്. അപ്പുറത്ത് അജുവിനൊക്കെ ഇങ്ങനെ. ഡോക്ടറും പോയായിരുന്നു മറ്റേ യെസ്.